വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. ഹേ ഗൈസ്, പാലക്കപ്പയ്ക്ക് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു അറബിക് അൽഫാം. അപ്പൊ നമുക്ക് തുടങ്ങാം. മോനു വരുന്നോ? അൽഫാം ഉണ്ടാക്കാൻ വരുന്നോ? അറബി മേളിയിരിപ്പുണ്ട്. രാഹുലിനെ എണീപ്പിക്കാം. ആക്രാന്ത പിടിക്കാൻ. എടാ അൽഫാം അല്ല, കരള് ചുട്ടമല്ല. രാവിലെ ഒരുപാട് പിടിക്കണ്ട. അങ്ങനെ ഞങ്ങളുടെ കോഴി വെളുത്തു. വെളുത്ത കോഴിയെ വരയ്ക്കാൻ കിടക്കുന്നത്. എന്നിട്ട് കറുത്ത കോഴി നീ വരയ്ക്കത്തില്ലേ? ഈ കറുത്ത കോഴി അങ്ങനെ വരാറില്ലല്ലോ. ഒരു കരിങ്കോഴി. അപ്പൊ കരിങ്കോഴിയുടെ അതും കറുത്താണോ? ആൾക്കാരെ എടുത്ത് എറിയും. ഏതാ വെളുത്ത ഏതാ അറിയാത്ത അവസ്ഥ. ഷേപ്പില്ലല്ലോ ഈ സാധനത്ത്. കല്യാണം ആലോചിക്കണം. ഞാൻ കഴിക്കാല്ലയോ? മതി, വരയിട്ട് മുറിച്ച് കൈയോടെ പോകും മുറിച്ചെടുക്കുമെന്ന്. ഞങ്ങള് മസാലക്കൂട്ട് ചേർക്കാൻ പോയാണ്. അപ്പൊ മസാലക്കൂട്ടിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആദ്യം അറബിക് അൽഫാം മസാല പൊട്ടിച്ചിടണം. അൽഫാമിന്റെ മസാലക്കൂട്ട് പൊട്ടിക്കുകയാണ്. എത്ര അതിനകത്ത്? കുറച്ച് മതിയായിരിക്കും അല്ലേ? ഇട്ടോ നോക്കാം. നല്ല കാറ്റുണ്ട്. സൈഡിലോട്ടൊക്കെ പോകുന്നുണ്ട്. മൊത്തം വേണോ? 1 കിലോയ്ക്ക് മതി. മതി. 1 കിലോയ്ക്ക് മൊത്തം തന്നെ പറഞ്ഞു. 1 കിലോയ്ക്ക് ഇത് മൊത്തം ഇട്ടേക്കാം. കുരുമുളക് ഇടും. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇടാം. ഇച്ചിരി ഉപ്പ് കിട്ടൂ. ഉപ്പ് ഇച്ചിരി ഇട്ടോ? ഒരു കാണത്തില്ല ഉപ്പ്. മതി. എന്നിട്ട് അത് മിക്സ് ആക്കി ചിക്കനകത്ത് ഇടാം. ഇതെങ്ങനെ കൈ കൊണ്ട് അത് ഇട്ടിട്ട് മിക്സ് ചെയ്യും. അത് വേണ്ട, ഇത് വേണ്ട. ഇത് പിന്നെ മതി. അത് വേണ്ട, അവസാനം മതി. നീ അത് ഇങ്ങെടുത്തു. കുരുമുളക് ഇല്ല, കുറവാണോ? ഞാൻ എടുത്തു തരാം, നീ കളയാ. ഒത്തിരി ആകല്ലേ, എരിഞ്ഞടപാട് തെറ്റി. എന്റെ കണ്ണി വീണ. ചിക്കൻ്റെ മണ്ടക്കോട്ട് അത് പോയിക്ക്. ചിക്കനോട് ഇട്ടോ. ഫുള്ളിട്ട്. അപ്പൊ കുഴപ്പമില്ല. തൈര് പൊട്ടിക്കണം. കുറച്ച് മതി. ഒത്തിരിയാണ്ട്, പൊളിച്ചു പോകും. മതിയോ? നീ പറഞ്ഞാൽ മതി. ഒഴിച്ചുതരാം. ഒഴിച്ചേ. സൈഡിലോട്ട് ഇപ്പം. കുറച്ച് കഴിയുമ്പോൾ കൈ അങ്ങ് നല്ല സുഖമായിരിക്കും. കുരുമുളക് ഉള്ളതുകൊണ്ട് എല്ലാ എരിവുള്ള ഐറ്റംസ് എല്ലാം കൂടെ വാരി പൊത്തിയിട്ടുണ്ട്. ഇത് കാപ്പി വേണോ ചോദിച്ചു പോലല്ലോ. കുറച്ച് വേണ്ട, സെറ്റാവും. മസാല ഇച്ചുകൊണ്ടേലും കുഴപ്പമില്ല. ഇത് ഒത്തിരി വേണം. ഇത് മതി. ശരിക്കും മിക്സ് ചെയ്തേക്ക്. നാരങ്ങ ഒഴിക്കണ്ടേ? നാരങ്ങ കണ്ടിക്കട്ടെ. നാരങ്ങ കിട്ടി. അപ്പോൾ ഇത് ഒരു പിഴി അങ്ങോട്ട് പിഴിയാം. ഒന്ന് മതിയല്ലേ? രണ്ടു വേണം. ഒരു നാരങ്ങ ഫുള്ള് വേണം. അപ്പോൾ അടുത്ത നാരങ്ങ. ഇനി ഗാർലിക് പേസ്റ്റ് കിട്ടും. ഒത്തിരി ഉണ്ട് കേട്ടോ. എല്ലാം കൂടെ നല്ല എരിയാവും.
ഗാർലിക് പേസ്റ്റ് കേട്ടോ കേട്ടോ മതി മതി മതി. നമുക്ക് ഭംഗിക്ക് കുറച്ച് ഫ്ലേക്സ് കൂടെ ഇട്ടേക്കാം. എന്റെ കണ്ണി ഇടരുത്, പറപ്പിച്ച് കാറ്റടിക്കുന്നുണ്ട്, അതാണ് വിഷയം. മണ്ടക്കൂടെ ഞാൻ സ്റ്റൈൽ ഇടാൻ പോയി കഴിഞ്ഞാൽ മോന്തയ്ക്ക് ഉള്ളാകും. ഇട്ടോ കുറച്ചും കിട്ടും. ആ ഇത് മതി, അത് ഇച്ചിരി കൂടെ മതി, ഇവിടെ. കുറച്ച് മതി. എന്റെ കണ്ണിന്റെ അല്പം മതി ഇട്ട് മങ്ങാണ് ചോണ്ട ഫ്രീസറിൽ വെക്കാം 1 മണിക്കൂർ. പിടിക്കട്ടോ. നീ കുളിക്കാനല്ല പറഞ്ഞു, അതിനെ മസാലക്കകത്ത് കിടന്നു. ഇവനെ മാറിനേഷന് വെക്കേണ്ടി വരും. ലാസ്റ്റ് ഇവനെ എടുത്ത് വെക്കണോ ഫ്രിഡ്ജിൽ? ബാ കൊണ്ടുവയ്ക്കാം ബാ. അപ്പൊ ഇനി ഇതുണ്ട് 1 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചിട്ട് അതുകൊണ്ട് ഫ്രിഡ്ജിനകത്ത് ഞങ്ങൾ ഇതുകൊണ്ട് സെറ്റാക്കാൻ വെച്ചിട്ട് ഭംഗിക്കാണ്. എല്ലാരും ക്ഷീണിച്ച് എല്ലാം ഫ്രീസറൊക്കെ ഉണ്ട് സെറ്റ് ചെയ്യാൻ പോകാണ്ട് മുമ്പിലെടുത്ത് നടക്കുന്നു. പ്രണയ് അതെ അതെ, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. അതെ, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങളെ കാണാം. അതെ ഞങ്ങളെ കാണാന്നല്ല, ഞങ്ങളെ കാരണമല്ലോ ഞങ്ങള് എല്ലാം എടുത്ത് ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ചിട്ട് ഇപ്പം ഞങ്ങൾ റെസ്റ്റ് ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഇവിടെ നിന്ന് ആദ്യത്തെ നേരത്തെ ചെയ്തതിൻ്റെ വിഷ്വൽസ് ഒക്കെ നേരത്തെ ഇനി വരാൻ കിടക്കുന്ന വീഡിയോസാണ് ഇതൊക്കെ. അപ്പം ഇതൊക്കെ ഇങ്ങനെ അതെ എന്ത് വരും തരത്തില്ല, പക്ഷെ വരും. ഞങ്ങളിപ്പോൾ റെസ്റ്റ് ടൈം അല്ല. അതെ ഞങ്ങൾക്ക് ആദ്യത്തെ നമ്മൾ ചായയും ബിസ്ക്കറ്റും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അത് 1 മണിക്കൂറില്ലേ അത് സെറ്റ് ആവേണ്ടേ, അപ്പോൾ അതിനിങ്ങനെ ഞങ്ങൾ വെറുതെ ഇരിക്കുകയാണ്. അപ്പം 1 hour later. ഗൈസ്, അടുപ്പ് കത്തിക്കാൻ നേരമാണ് ഓർത്തത്, കത്തിക്കാൻ കർപ്പൂരം ഇല്ല. അപ്പൊ കർപ്പൂരം മേടിക്കാൻ പോവുക. കാൽനടയായിട്ട് ഞങ്ങൾ കട അടുത്തോളം രക്ഷപ്പെട്ടു. ഈശ്വര, ഇത്തവണ സാമ്പാർ ശരിയാവില്ല. ഗൈസ്, ശബ്ദമില്ല, ചിരട്ട പൊട്ടിച്ചു കൊടുക്കപ്പെടും. കോണ്ടാക്ട് പ്രണവ് പ്രസാദ്. പിന്നെ വിളിക്കുമ്പോ പൊട്ടിച്ചു കൊടുക്കേണ്ടി വരും. വല്ലാണ്ട് കാറ്റ് പിടിക്കുന്നു. കാറ്റ് പിടിക്കാതെ കത്താൻ വേണ്ടി പെടാപ്പാട് വരുന്ന ആദ്യത്തെ രാഹുലിനെയാണ് നിങ്ങൾ കാണുന്നത്. രാഹുലെ കത്തിക്ക അവനെ തീ കത്തിക്കാൻ വേണ്ടിയുള്ള ആദ്യത്തിന്റെ കഷ്ടപ്പാടാണ് നിങ്ങൾ കാണുന്നത്. ഇട് ഇട്ട് വീണ് കഴിഞ്ഞ് നിനക്ക് 2 അൽഫാം. ഒരൽഫാമും ഇല്ല, പൊക്കോ. വേണ്ട എന്നാ നീ എറി, മറിച്ചിടല്ലെന്നേ ഉള്ളൂ. ഇത് അതിനകത്ത് തീക്കകത്ത് വീഴണം. ഇല്ല, കത്തില്ല. നീ എറിഞ്ഞ് വീഴണ്ടേ ആദ്യം. എന്നാ ഇത് പിടി, ഞാൻ എറിഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇനി ആദ്യത്തിന്റെ ഏറ് കാണാം. ഞങ്ങളുടെ ഏറ് കഴിഞ്ഞു, ഇനി ആദ്യത്തിന്റെ ഏറ് കാണാം. അതെ, ആദ്യത്തെ സക്സസ്ഫുൾ ആയിട്ട് പാത്രത്തിൽ പേപ്പർ ഇട്ട് എറിഞ്ഞ് പിടിപ്പിച്ചിരിക്കുന്നു. ആദ്യ എന്താണ് പറയാനുള്ളത്? ആദ്യത്തിന്റെ ഈ കഴിവ് എങ്ങനെ കിട്ടി? ആദ്യ എങ്ങനെ കിട്ടി? എവിടുന്ന് കിട്ടി? ആദ്യത്തിന്റെ കഴിവ് എവിടെ കിട്ടിയെന്ന് പറയണം പ്ലീസ്. നോ കമന്റ്സ്. എന്നെ വിളിക്കുന്നതിനേക്കാളും കൂടുതൽ രാഹുലിനെ വിളിക്കാം. രാഹുൽ ഏത് അർദ്ധരാത്രിയിലും
രാവിലെ അങ്ങനെ സമയമൊന്നുമില്ല 24/7. സൂര്യാസ്തമനം കണ്ടുകൊണ്ട് ഗ്രിൽ ചെയ്യുന്നു. പിന്നല്ല പിന്നെ എന്തോ അത് ഉദയമാണോ? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അല്ല നീ ഒന്ന് പറഞ്ഞേ. എടാ അത് അസ്തമനം പക്ഷെ ഫുള്ളായിട്ട് കണ്ടില്ലല്ലോ. കണ്ടാ കണ്ടില്ല, ഇതേ ഈ കാണുന്ന അത് സൂര്യൻ. ടോർച്ച് അടിച്ച. അയ്യോ പാവം അവിടെ എന്തോ സംസാരിക്കുന്നുണ്ട്, നമ്മൾ ആരും ശ്രദ്ധിച്ചില്ല. നീ ടേസ്റ്റ് ചെയ്യുന്ന ഓർമ്മിക്കാൻ രാവിലെ എടാ തീ കൂടി. മാർണേഷ് എല്ലാം കഴിഞ്ഞു. അപ്പൊ നമ്മുടെ സാധനം ഇങ്ങനെ സെറ്റ് ആയിരിക്കുവോ മക്കളെ? എടുത്ത വെയ് എടുത്ത് ചാമ്പ് മക്കളെ. കൈ പൊള്ളല്ലേ? ഇങ്ങനെ നോക്കാൻ ഇങ്ങനെ ഏതൊരു വഴിക്കങ്ങ് വെക്ക്. ഇതിങ്ങനെ കറക്റ്റ് പീസ്. അതെ, രണ്ടെണ്ണം പോരെ? 4 വെക്കാൻ പറ്റുമോ? ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചാൽ 4 വെക്കണം. ഒരു ചൂട് 4 വെക്കണ്ട, 3 വെച്ചാൽ മതി. 3 വെച്ചാൽ 4 വെക്കണ്ടേ? 4 പോലെ മതി. ഒന്ന് പിന്നെ വയ്ക്കാം. അതെ, കാരണം പറയാൻ പറ്റത്തില്ല പെട്ടെന്ന് വെന്ത് കഴിഞ്ഞാല് ലെവലൊന്നും മനസ്സിലായി. ഇവിടെ ആണ് ശരിക്കും നോക്കാം. മതി, അത് ഒത്തിരിയായി. ഇച്ചിരി നാരങ്ങ വീഴുന്നു. നമുക്ക് ഇച്ചിരി ചില്ലി ഫ്ലേക്സ് ഇടാം. സോൾട്ട് ഇടുന്ന പോലെ ഇങ്ങനെ ഇടാം. അപ്പൊ ഗൈസ് ഞങ്ങളെ ചിക്കൻ വെന്തിട്ടുണ്ട്. വെന്തിരിക്കുന്നു. കൂടുതൽ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാൻ പോയത് അറബിക് അൽഫാം റെഡി ആയിരിക്കുന്നു. അൽ അറബിക് അൽഫാം മണ്ണ് അൽഫാമാവും. അപ്പൊ ഫസ്റ്റ് പീസ് എടുത്തിട്ടു. ഞാനോട് സ്പൂണിൽ കൺട്രോൾ ചെയ്യാൻ പിടിക്കാം. ഇവിടെ ഞാൻ പിടിക്കാം. സെക്കൻഡ് പീസ് ഇത് ഒന്നുകൂടെ ആവട്ടെ. അത് ഇച്ചിരി കൂടെ ഇതാണ് നമ്മുടെ അൽ അറബിക് അൽഫാം. അതെ അൽ അറബിക് അൽഫാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അടിപൊളി. അപ്പൊ നമുക്ക് അൽ അറബിക് അൽഫാം ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നാരങ്ങയോടെ നാരങ്ങയൊക്കെ ഒന്ന് പിഴിഞ്ഞ് ഒരു പൊറോട്ടയൊക്കെ എടുത്ത് കുറച്ച് സോസ് കൂടെ ഒഴിച്ചു. അപ്പൊ സോസ് എവിടെ വയ്ക്കണ്ടേ? എവിടെ ഒഴിച്ചു? ശകലം മതി. അയ്യോ കൂടിപ്പോയോ? അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. രാവിലെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു നോക്ക്. അങ്ങനെയുണ്ട്. അടിപൊളി. അടിപൊളി. നമ്മളല്ലേ ഉണ്ടാക്കിയത്? കൊള്ളാതിരിക്കുമോ? അല്ലേ ഞാൻ അവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. തിരിച്ചിടും. മറ്റേ ഇന്നത്തെ കടിക്കുന്ന പോലെ. കൊള്ളാം. അടിപൊളി. സക്സസ് ആയിരിക്കുന്നു. അതെ, ഞങ്ങൾ ചെയ്ത അൽ അറബിക് അറബിക് അൽഫാം സെറ്റ് ആയിരിക്കുന്നു. അടിപൊളി. അപ്പൊ ഞങ്ങൾ ഇനി ഫുഡിങ് ടൈമാണ്. അതെ, പണിയെല്ലാം എടുത്തിട്ട് ഇരുന്ന് കഴിക്കുന്നു. ആഹാ, അന്തസ്. വീർ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു? പിന്നെ അടുത്ത ടൈപ്പ് അൽഫാം നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഗൈസ്, ഇനി അടുത്ത അൽ ഫുഡ് ആയിട്ട് കാണാം. ബൈ ബൈ.